ഹായ്, നമ്മൾ കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്ന കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായി ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കപ്പോൾ ടൈം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് സുഷേണ ദേവി എന്നാണ്. ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിലത്തെ ഒരു 4ാമത്തെ തലമുറയിൽ നിന്ന് കിട്ടിയ ഒരു സ്വത്തിൻ്റെ ഉടമയും കൂടിയാണ് ഞാൻ. ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങളാവുന്നത്രയും പെസ്റ്റിസൈഡ്, ഫംഗിസൈഡ്, റൗണ്ടപ്പ് ഇതൊന്നും ഉപയോഗിക്കാതെ മണ്ണിലും ജനങ്ങൾക്കും ആർക്കും ഒരു വിഷമല്ലാത്ത ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതായത് നമ്മൾ ഇതൊക്കെ പെസ്റ്റിസൈഡ്, റൗണ്ടപ്പ് ഒക്കെ ഉപയോഗിച്ചാൽ മണ്ണിലുള്ള മണ്ണിര ഒക്കെ നശിച്ചു പോവുകയാണ്, മണ്ണ് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊന്നും ഇല്ലാതെ നാടൻ പശുവിൻ്റെ ഗോമൂത്രം, ചാണകം, പച്ചില വളങ്ങൾ ഇതെല്ലാം ചേർത്ത്, മാത്രമല്ല ഇപ്പോൾ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിലൂടെ നമ്മൾക്ക് എങ്ങനെയാണ് വളം ഉണ്ടാക്കേണ്ടത്, നമ്മുടെ പഴയ തലമുറകൾ എങ്ങനെയാണ് നമ്മളുടെ തോട്ടം നടത്തിക്കൊണ്ടിരുന്നത്, അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് എങ്ങനെ ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിൽ ഞങ്ങൾ നല്ല നല്ല സ്പൈസ് ബോക്സസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. അതിൽ നമ്മുടെ ഫാമിൽ എന്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്, കോഫി, പെപ്പർ, ഓൾ സ്പൈസസ്, ക്ലോവ്സ്, ഇതൊക്കെ ഞങ്ങൾ എന്താ വെച്ചാൽ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഓൺലൈനിൽ തന്നെ നമ്മൾ കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തേക്കും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കോഫി പൗഡറാണ്. ഇത് ചിക്കറി ഇല്ലാണ്ട് ഞങ്ങൾ കോഫി പൗഡർ റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അതിൽ ഞങ്ങൾ റോബസ്റ്റ, അറബിക്കയാണ് ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് വരുന്നത്. പിന്നെ ജനങ്ങൾക്കൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഉദ്ദേശിച്ചിട്ടാണ് ജെയിൻ ഫുഡ്സിൻ്റെ പേരിൽ സ്പൈസ് ബോക്സസ്, ബോട്ട്, പിന്നെ സ്പൈസ് ബുക്കിൻ്റെ മോഡൽ എല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ബോർഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ബോർഡാണ്. സോ അപ്പോൾ നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് ഇവിടെ സ്റ്റോൾ ചെയ്തേക്കണേ. എക്സ്റ്റൻഷൻ, റിസർച്ച്, പ്രൊമോഷൻ, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, ഇതെല്ലാം നമ്മൾ കോഫി ബോർഡാണ് കോഫിയുടെ ആസ്പെക്ട്സിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോളിൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എന്താ പറയുക, കോഫി ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞങ്ങളിവിടെ സെയിൽസ് ഉണ്ട്, കോഫി പ്യുവർ കോഫി സെയിൽസ് ഉണ്ട്. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കോഫിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. നമ്മൾ കോഫി മഗ്ഗിലെത്തുന്നതിന് അല്ലെങ്കിൽ കപ്പിലെത്തുന്നതിന് മുന്നേ ഏതൊക്കെ സ്റ്റേജിലൂടെ കോഫി ബെറീസ് അല്ലെങ്കിൽ കോഫി കടന്നു വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ നമുക്ക് ഇതാണ് അതിന് ഗ്രീൻ കോഫി എന്ന് പറയുന്നത്. ഇത് പ്ലാന്റിൽ കാണുന്ന ഒരു സ്റ്റേജാണ്. ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ കോഫി റൈപ്പൻഡ് ആവുന്നത്, അത് ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത് ഈ സ്റ്റേജിലാണ്. ഇത് നമ്മൾ സൺ ഡ്രൈയിങ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. ഇതിനെ സൺ ഡ്രൈ ചെയ്യുമ്പോഴാണ് അത് ചെറി എന്ന് പറഞ്ഞ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കവറ് ശരിക്കും പോയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അത് പറഞ്ഞാൽ ചെറി എന്നാണ് ഇതിന്റെ ടെക്നിക്കലി പറയുന്നത്. ഇത് സൺ ഡ്രൈ മെത്തേഡ് എന്ന് പറയും. പ്രോസസ്സിങ്ങിൽ ഡ്രൈ മെത്തേഡാണ്. വെറ്റ് മെത്തേഡിലാണ് ഇവിടെ കാണുന്ന. വെറ്റ് മെത്തേഡിൽ നമുക്ക് കിട്ടുമ്പോൾ പാർച്ച്മെന്റ് എന്നാണ് നമ്മൾ പറയാ. അതായത് ഇത് പൾപ്പ് ചെയ്യും, ഫ്രൂട്ട് പൾപ്പ് ചെയ്ത് പൾപ്പറിലൂടെ കടത്തി വിടുമ്പോൾ ഇതിന്റെ ഈ മുകളിലുള്ള കവറിങ് മാറിക്കിട്ടും, ഫ്രൂട്ട് മോൾ മാറിക്കിട്ടും. അങ്ങനെയുള്ളതാണ് പൾപ്പ് ചെയ്തിരിക്കുന്നത്. ഈ പാർച്ച്മെന്റിന്റെ ഈ കാണുന്ന ഒരു സ്കിന്നുണ്ട്. ഈ സ്കിന്നോടെ റിമൂവ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ക്ലീൻ കോഫി എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തുക. ഇതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാം ക്ലീൻ കോഫിയാണ്. ഈ ക്ലീൻ കോഫിയുടെ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് റോസ്റ്റഡ് കോഫി അല്ലെങ്കിൽ റോസ്റ്റഡ് പാർച്ച്മെന്റ് എന്ന് പറയും. ഇത് ഇത്രയും സ്റ്റേജ് കടന്നു വന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കോഫിയുടെ അരോമ കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇത് എടുത്ത് നോക്കി വേറെ ഏത് എടുത്ത് സ്മെൽ ചെയ്ത് നോക്കിയാലും കോഫിയുടെ സ്മെൽ ഉണ്ടാവത്തില്ല. ഇപ്പൊ ഇത് പൗഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ സ്മെല്ല് ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിന്റെ കറക്റ്റായിട്ട് കോഫി എന്താണ് കോഫിയിലേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ അത് പൗഡർ ചെയ്താണ് നമ്മൾ യൂഷ്വലി കുടിക്കുന്ന കോഫിയിലേക്ക് എത്തുക. ഇതാണ് നമ്മൾ പ്രോസസ്സ്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് ആണ്. പ്ലാന്റേഴ്സിന് ഒത്തിരി അല്ലെങ്കിൽ ഗ്രോവേഴ്സിന് ഒത്തിരി സബ്സിഡീസ് ഒക്കെ നമ്മൾ കോഫി ബോർഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കാണുന്നത്. ചിരപ്പള്ളി വീക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു നഴ്സറിയാണ് ഇത്. എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് നമുക്ക് കൂടുതലും ഉള്ളത്. അബിയു, അച്ചാച്ചറു, മാംഗോസ്റ്റിൻ,
ഡുക്കു ലാങ്സാറ്റ്, ഡൂരിയാൻ തുടങ്ങിയ വിദേശ പഴങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ റംബൂട്ടാൻ, പ്ലാവ്, മാവ്, പേര, ചാമ്പ, സപ്പോട്ട തുടങ്ങിയ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും നമുക്കുണ്ട്. നമുക്കവിടെ 100 ഏക്കറോളം വരുന്ന വലിയ ഫാമാണ് നമ്മുടെ അവിടെ കാഞ്ഞിരപ്പള്ളിയിലുള്ളത്. നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകൾ മാത്രമാണ് നിലവിൽ സെയിൽ. അത് കൂടുതലും ബഡ്, ഗ്രാഫ്റ്റ്, ലെയറിങ് തുടങ്ങിയ രീതികളിലാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് കൂടുതലായിട്ടും ഡയറക്റ്റ് വന്ന് തൈകൾ പർച്ചേസ് ചെയ്യുന്നതാണ് അവിടെ നിലവിലുള്ളത്. അത് നമുക്ക് ഔട്ട്ലെറ്റുകളുണ്ട്, 4 ഔട്ട്ലെറ്റുകൾ നമുക്ക് നിലവിലുണ്ട്. ഒന്ന് തിരുവല്ല, അടിമാലി, വാഴക്കുളം, പാമ്പനാറ്, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് ഔട്ട്ലെറ്റുകൾ നിലവിലുണ്ട്. അവിടുന്ന് നമ്മുടെ സെയിം വിലയ്ക്കും സെയിം ക്വാളിറ്റിയിലും തൈകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. Myself Chetan and I'm from Bangalore. I'm from Swing. So we are working on AI powered drones. So like from past 1 year I'm working with the company. So here is the sprayer. So this is a 10-liter sprayer. So this is powered with AI. That means we have like 2 front facing cameras and 2 bottom cameras, which is like used for the main source of trajectory. So the front facing 2 cameras are used for obstacle avoidance, and the bottom cameras are used for like terrain mapping. So it just adjusts the height. Even if you like crop it for 3 meters, even if there is a lump in the plantation, it will adjust that height. So that's the main thing. And we also have like a hedge marker. So we on the field we don't need like a more space to like land the drone and use it. So we only have a hedge marker, and on that hedge marker like the drone can like take off and then again land on that. So that's very simple. And the drone doesn't require any piloting or anything. So a person who like knows some basics can handle the drone. It is like a completely autonomous system. You will only have to map your areas and then start a button like by pressing it. So the drone would start, finish it, and it has like some features where it detects the tank empty. So once the tank is empty, it will detect and it will come back. So you can like refill the tank and also change the battery so that it will like resume from the same point. So we have like extra special nozzles. So these are called centrifugal nozzles. So what speciality in this is, the nozzles are that side. Yeah. Speciality of this nozzle is like the size of the moisture is very in microns. So you can only feel it on your skin but can't see it through your naked eyes. This feature of the nozzles make the spray more effective than compared to the other traditional nozzles. എൻ്റെ പേര് ലിസിയാമ്മ സമ്മർ. ഞാൻ ജനറൽ മാനേജർ ജില്ലാ വ്യവസായ കേന്ദ്രം വയനാടാണ്. ഞങ്ങളുടെ ഒരു സംരംഭകരുടെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും ഒരു സംയുക്ത സംരംഭമാണ് ബ്രാൻഡ് വയനാട് എന്ന് പറയുന്നത്. ബ്രാൻഡ് വയനാടിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, നമ്മളുടെ വയനാട് വ്യക്തി പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ലയാണ് കേരളത്തിൽ. അവിടെ 79% അല്ലെങ്കിൽ 89% തന്നെ ഒന്നല്ലെങ്കിൽ ഫോറസ്റ്റോ അല്ലെങ്കിൽ പ്ലാന്റേഷനോ ആണ്, അല്ലെങ്കിൽ വിവിധ പട്ടയ പ്രദേശങ്ങളാണ്. അതിനിടയിൽ പ്രകൃതിയോട് മല്ലിട്ടെന്ന് പറയാൻ പറ്റില്ല, പൊരുത്തപ്പെട്ട് കഴിയുന്ന ഒരു സമൂഹം അവിടെയുണ്ട്. അവരുടെ ഇടയിൽ ചെറുതും വലുതുമായ സംരംഭങ്ങളേറെയുണ്ട്. ഒട്ടുമിക്ക സംരംഭങ്ങളും ഒന്നല്ലെങ്കിൽ കാർഷിക വിഭവങ്ങളുമായി ചേർന്നിട്ടുള്ളതോ അല്ലെങ്കിൽ തനത് കരകൗശല വസ്തുക്കളോ ഉള്ളതാണ്. എന്നാൽ കോഫി അല്ലെങ്കിൽ ടീ പോലുള്ള ഇനങ്ങൾ എല്ലാം തന്നെ മിക്കതും എക്സ്പോർട്ട് ചെയ്തു പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ മറ്റ് ചെറുകിട സംരംഭങ്ങൾക്ക് ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മതിയായ വില കിട്ടാനോ സാധ്യത കുറവെന്ന് കണ്ടിട്ട് വ്യവസായ വകുപ്പും സംരംഭങ്ങൾ ചേർന്നിട്ട് ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഞങ്ങൾ മെനയാണ് ബ്രാൻഡ് വയനാടിലൂടെ. ബ്രാൻഡ് വയനാടിൽ ആദ്യം ഞങ്ങൾ തുടങ്ങിയത് വിവിധ എക്സിബിഷനുകൾ പങ്കെടുത്ത് നമ്മളുടെ ഒരു എൻട്രി കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മളുടെ വയനാട്ടിലെ ഉൽപ്പന്നങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു. പിന്നീട് അത് ഞങ്ങളൊരു വലിയ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പോൾ നിരവധി ഓർഡറുകൾ ഞങ്ങൾ സ്വീകരിച്ചു വരുന്നുമുണ്ട്. ഇതിന് ചെറുതും വലുതുമായ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ജില്ലാ വ്യവസായത്തിൽ ശേഖരിക്കുകയും അവരുടെ റീറ്റെയിൽ പ്രൈസിൽ ഞങ്ങൾ വിൽക്കുകയും എന്നാൽ അവർക്ക് തിരിച്ച് ഹോൾസെയിൽ റേറ്റിലുള്ള വില കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ലാഭം എന്ന് പറയുന്നത് ഞങ്ങൾ എടുക്കാറില്ല. ലാഭം എന്ന് പറയുന്ന തുക അവർ സംരംഭകർ തന്നെയാണ് ശേഖരിക്കുന്നത്.
ഇവിടെ വ്യവസായ വകുപ്പ് ചെയ്തു വരുന്നത് ഒരു മീഡിയേറ്റർ നിലയ്ക്ക് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ ഒരു സഹായഹസ്തം മാത്രമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വരവോ ചെലവോ ഒന്നും നോക്കാറില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രോത്സാഹനം എന്നതാണ്. ഇപ്പം നിരവധി എക്സ്പോർട്ട് ഓർഡറുകളും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ ആദ്യം ഞങ്ങൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ പോലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളെയാണ്. ഇതുകൊണ്ട് നമ്മൾ ചെറിയ ആയുർവേദ യൂണിറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫുഡ് സെക്ടറിലെ യൂണിറ്റുകൾ ഉണ്ടാവാം, കോഫി, ടീ തുടങ്ങിയ എല്ലാം. പിന്നെ അതുപോലെ നിരവധി കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ചെറുകിട സംരംഭകരുണ്ട്. അതായത് കുറച്ച് എഡ്യൂക്കേഷൻ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ട്രൈബൽ ഫാമിലുള്ള ആളുകൾ എല്ലാം തന്നെ നമ്മുടെ ഈ മേഖലയിലുണ്ട്. അവരെയെല്ലാം സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബ്രാൻഡ് വയനാട് ഞങ്ങളെന്ന ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് വയനാട് എന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന് ഞങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സംരംഭത്തിന് ഞങ്ങൾ തിരികൊളുത്തിരിക്കുന്നത്. ഇത് മതിയായ രജിസ്ട്രേഷൻ ലൈസൻസ് ഇപ്പോൾ എടുത്തു വരുന്നേ ഉള്ളൂ. കാരണം വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ഞങ്ങൾക്ക് അനുമതി കിട്ടേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ബ്രാൻഡ് വയനാട്ടിലെ എല്ലാ ഉൽപ്പന്നങ്ങളും, അതായത് വയനാടിൻ്റെ തനതായ എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഈ ഇതിലേക്ക് ശേഖരിക്കും. അത് വിപണനം ചെയ്യുകയാണ് നമ്മളുടെ ബ്രാൻഡ് വയനാട് കൊണ്ട് ലക്ഷ്യപ്പെടുന്നത്. അപ്പം എൻ്റെ പേര് അമ്പിളി അനിൽകുമാർ, വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇത് ദക്ഷ എന്ന് പറഞ്ഞിട്ട് 100% ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. ഞങ്ങൾ തന്നെ വീട്ടിൽ പരമ്പരാഗതമായിട്ട് വിറകടുപ്പിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന പ്രോഡക്റ്റുകളാണ്. വെളിച്ചം വൈദ്യരായിരുന്നു. ഞാനൊരു പാരമ്പര്യ വൈദ്യയാണ്, ആയുർവേദ തെറാപ്പിസ്റ്റാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഹെയർ ഓയിൽ, ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ, ഹെയർ ഓയിലാണ്. അതേപോലെ ആൻറ്റി ഡാൻഡ്രഫ് ഓയിലുണ്ട്, പെയിൻ റിലീഫ് ഓയിൽ, വെരിക്കോസ് വെയിനുള്ള ഓയിലുണ്ട്, അതേപോലെ സ്കിൻ അലർജിക്കുള്ള ഓയിൽ, ഹെയർ പാക്ക്, ഫേഷ്യൽ ഓയിൽ, പൗഡർ. ഇതുപോലെയുള്ള മെലാസ്മ, പിഗ്മെന്റേഷൻ, ടാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ 100% റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ്. എൻ്റെ പേര് രാകേഷ് എന്നാണ്. ഞാൻ വയനാട് നിന്നാണ് വരുന്നത്. വയനാട് വ്യവസായ വകുപ്പിൻ്റെ ED ആണ്. നമ്മൾ എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയും. അപ്പം നമുക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ ടാസ്ക്കാണ്. ആ ഒരു ED പോസ്റ്റിൽ നിന്നാണ് ഞാൻ. അതുകൂടാതെ ഞാനൊരു ഓണ്ടർപ്രണർ കൂടെയാണ്. ഞാൻ ബ്രാൻഡിൽ ഒരു വയനാടൻ ഷോപ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ വയനാടൻ ഷോപ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വയനാട്ടിൽ നമുക്ക് ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന സ്പൈസസുകൾ ബ്രാൻഡ് ചെയ്ത് ലേബൽ ചെയ്ത് സെയിൽ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പ്രോഡക്റ്റുകളൊക്കെയാണിത്. ഏല ഉണ്ട്, വയനാടൻ പെപ്പർ ഉണ്ട്, കോഫി പൗഡർ. ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കോഫി പൗഡറാണ് നമുക്ക് സ്പൈസസ് കോഫി എന്ന് പറയും. വയനാട്ടിലെ വിവിധതരം സ്പൈസസുകൾ ബ്ലെൻഡ് ചെയ്തിട്ട് കോഫി പൗഡർ ആക്കി നമുക്ക് നോർമലി മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിൽ, ഒരു പ്രത്യേകതരം ടേസ്റ്റിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ സ്പൈസസ് കോഫി ചെയ്യുന്നത്. നമുക്ക് വയനാട്ടിലൊരു ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള കോഫിയാണ്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പുറത്തുള്ളവർക്ക് അറിയില്ല. ആ ടേസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് മറ്റുള്ള നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ കോഫിയിലാണ് കൂടുതൽ ഞാൻ ഒരു സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ സ്പൈസസും ആഡ് ചെയ്തിട്ട് ആമസോണിൽ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ONDC പോലുള്ള പ്ലാറ്റ്ഫോമിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ONDCയിൽ മൈ സ്റ്റോറിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മാർക്കറ്റ് എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ എക്സ്പോളിലൊക്കെ പങ്കെടുക്കാൻ വരുന്നത്. കോഫി ബോർഡിൽ നിന്ന് വരുന്നത്, കൽപ്പറ്റയിൽ നിന്ന്. ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാളൊക്കെ ഉണ്ട്. നല്ല ഒരു കേരള സർക്കാരിൻ്റെ ഒരു നല്ലൊരു പരിപാടിയത്. പ്ലാന്ററും എല്ലാ കൃഷിക്കാരുടെ സാധനങ്ങളും എല്ലാ ടീ ബോർഡ്, സ്പൈസസ് ബോർഡ്, കോഫി ബോർഡ്, അല്ല കൃഷി സംബന്ധമായ എല്ലാ വിപണിയിലെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഡെമോ എല്ലാം ഉണ്ട്. ചായ പീടിയുണ്ട്, കാപ്പി എല്ലാം കുടിച്ച് എല്ലാം ടേസ്റ്റ് അറിയുന്നതിൻ്റെ കാര്യങ്ങളും അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ ശേഷം അത് വാങ്ങിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഓരോ സ്റ്റാളുകളുണ്ട്. നല്ലോണം കാണാനും കൃഷിക്കാർക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അധികം ഇവിടെ ഉള്ളത്. ഞാൻ കോഫി ബോർഡിൽ നിന്ന് വയനാട്ടിൽ നിന്ന് വന്നത്. നല്ല ഒരു പരിപാടിയാണ്. സർക്കാരും കേരള പ്ലാന്റേഷൻ എക്സ്പോ എനിക്ക് നല്ലൊരു ഇതാണ് തോന്നിയത്.